അയ്യൻകുന്ന് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബാരാപ്പോൾ ചെറുകിട ജലവൈദ്യുത പദ്ധതി, ഇവിടെ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളൊരു വാർത്ത, ട്രൂ മീഡിയ കേരള ഒരു വാർത്ത ചെയ്തിരുന്നു. ഇപ്പോൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ജനങ്ങളുടെ ആശങ്കകൾ മാറ്റുവാൻ വേണ്ടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. മഴയാണെങ്കിൽ ഇങ്ങെത്തി, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് മഴക്കാലം പിടിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ അവരിപ്പോൾ പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഈ കനാലിൽ കൂടെ വെള്ളം വരികയെന്നാണ് പറയുന്നത്. ഈ 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ തോടുകളുണ്ട്, അതുപോലെ തന്നെ പെയ്ത്ത് വെള്ളം വരുന്നുണ്ട്. അത് ഒരു ഉരുൾ പൊട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 3 മണിക്കൂർ മഴ അടുപ്പിച്ച് നിർത്താതെ പെയ്താലോ ഈ തോടെല്ലാം കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ് ഇതിനു മുമ്പുണ്ടായിട്ടുള്ളത്. ഈ വെള്ളമെല്ലാം ഈ കനാലിലോട്ട് ചാടുന്നത്. 1.5 കിലോമീറ്റർ നിസ്സാരം ഈ കനാലിൽ പെയ്ത്ത് വെള്ളം വീണാൽ തന്നെ എന്തുമാത്രം വെള്ളം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ട്രൂ മീഡിയയിൽ ഇന്നലെ വന്നിരുന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് കാണാനായിട്ട് ഇടയായിട്ടുള്ളത്. അവിടെ ഉണ്ടായ ഒരു സോയിൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള ഗർത്തത്തിൻ്റെ ഭീകരത നമ്മളടക്കം എല്ലാവരും പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ താഴെ താമസിക്കുന്ന 10-20ഓളം കുടുംബങ്ങൾ, അതിൽ പ്രധാനമായിട്ടും 4 കുടുംബങ്ങൾ വളരെ ആശങ്കയിലാണ് അവിടെ ജീവിക്കുന്നത്. കാരണം മഴക്കാലമായി വെള്ളം അതിലൂടെ വിടുന്നില്ല എങ്കിൽ പോലും മഴവെള്ളം, പെയ്ത്ത് വെള്ളം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കഴിഞ്ഞ ഭരണസമിതിയും ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഈ ഭരണസമിതിയും ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിരന്തരമായി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പുതിയ UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു. അതോടൊപ്പം ബഹുമാന്യനായ പെരാവൂരിൻ്റെ MLA ഇപ്പോൾ നമ്മളുടെ വൈദ്യുത വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിരിക്കുകയാണ്. അതോടൊപ്പം പരിസ്ഥിതി പ്രശ്നങ്ങളും കൂടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം നാളെയാണ്, ശനിയാഴ്ചയാണ് പേരാവൂർ സ്വന്തം മണ്ഡലത്തിൽ എത്തുന്നതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തെ പോയി കണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ പറയുകയും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇങ്ങനെയുള്ള വലിയ ബൃഹത്തായ പദ്ധതികളിലൊക്കെ ഇടപെട്ട് ചെയ്യുന്നതിനുള്ള പരിമിതികൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പുതിയ ഗവൺമെൻറ്റിനോട്, പുതിയ മന്ത്രിയോട് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ താമസിക്കുന്ന ബിനോയ് എന്ന് പറയുന്ന ആളുടെ പരാതി ഞാനടക്കമാണ് ജില്ലാ കളക്ടർ എടുത്ത് ഒരു 3-4 മാസങ്ങൾക്ക് മുൻപേ കൊണ്ടുപോയി അത് കൊടുത്തെങ്കിലും അതിൻ്റെ ഒരു പരിഹാരമൊന്നും ഇതുവരെ എത്തിയിട്ടില്ല, പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല. അതെല്ലാം നമുക്കൊന്ന് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഭരണസമിതി ബഹുമാനപ്പെട്ട മന്ത്രിയോടടക്കം ആലോചിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ട്രൂ മീഡിയയോട് പറഞ്ഞിരിക്കുന്നത്. ആശങ്കകൾ, കാലവർഷം എത്തുന്നതിന് മുമ്പ് ആശങ്കകൾ പരിഹരിക്കട്ടെ. ടീം ട്രൂ മീഡിയ, അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്ന്. Education is not just about books. It's about building character, confidence, and a bright future. At St. John Baptist EMHSS, we believe every child is unique. With experienced teachers, modern classrooms, and a caring environment, we nurture young minds to dream big and achieve more. From strong academics and creative arts to sports, technology, and life skills, we focus on all-round development. A safe campus, value-based education, and personal attention for every student
Make St. John Baptist EMHSS a second home for your child. Admissions are now open. Give your child the best foundation for a successful tomorrow. Contact 9495 373804.